സാറേ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അവർ അവരുടെ സ്വത്ത് വിവരങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കണം. ഈ തെരഞ്ഞെടുപ്പിന് അപേക്ഷ നൽകുമ്പോൾ ഭാര്യയുടെയും പിള്ളേരുടെയും സ്വത്തുകൂടി പറയണം. എല്ലാം പറയണം അല്ലേ? പക്ഷേ ഈ ജഡ്ജിമാർക്ക് അവരുടെ സ്വത്ത് വിവരങ്ങളൊന്നും പങ്കുവെക്കേണ്ടതില്ല എന്ന് പറയുന്നു. അത് ശരിയാകുമോ? അല്ല, അങ്ങനെയാണിപ്പോ നിയമം. അത് ശരിയാണോ എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുകയാണ്. ഈ യശ്വന്ത് വർമ്മയുടെ ഈ വൃത്തികെട്ട സംഭവം വന്നതോടുകൂടി ആ മറ്റേ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, ഉപാധ്യായ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഓപ്പൺ കോർട്ടിൽ പറഞ്ഞു, ഐ ആം ഡീമോറലൈസ്ഡ് എന്ന് പറഞ്ഞു. എൻ്റെ ആത്മവീര്യം നശിച്ചിരിക്കുന്നു എന്ന്. അദ്ദേഹമാണല്ലോ ആദ്യം ഈ ചിത്രങ്ങളും വീഡിയോ ഒക്കെ കണ്ടത്, നോട്ട് കെട്ടിൻ്റെ. അത് കഴിഞ്ഞല്ലേ സുപ്രീം കോടതി അത് കാണുന്നത്. സുപ്രീം കോടതിയിലെ കൊളീജിയത്തിലെ 5 പേരും ആ വീഡിയോ കണ്ടതായിട്ടാണ് റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇപ്പോൾ അത് എല്ലാവരും കാണുന്ന അവസ്ഥയും ഉണ്ടായിരിക്കുന്നു. അപ്പം ഇതിലുള്ള നിയമം എന്താണെന്ന് വെച്ചാൽ 1997 സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വന്നു. ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ജഡ്ജിമാര് സ്വത്ത് വിവരം ചീഫ് ജസ്റ്റിസിന് കൊടുക്കണം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അറിയിക്കണം. പക്ഷേ പിന്നത്തെ തീരുമാനം വോളണ്ടറിയാണ്. ആ ജഡ്ജിക്കുണ്ടല്ലോ, അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പരസ്യമായിട്ട് വെളിപ്പെടുത്തിയാൽ മതി. അദ്ദേഹം പറയുകയാണ് ഇത് ജനം അറിയേണ്ടതില്ല, ഇതിൽ ആർക്കും താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ RTI അനുസരിച്ചിട്ട് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഒരു അപേക്ഷ കൊടുത്താലും നിങ്ങൾക്ക് വിവരം കിട്ടില്ല ജഡ്ജിമാരുടെ. അത് മനസ്സിലായല്ലോ അല്ലേ? കൃത്യമായിട്ട് സുപ്രീം കോടതിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിച്ച ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരും സ്വത്ത് വിവരം അറിയിക്കണം. അത് ആദ്യം ജഡ്ജി ആവുമ്പോൾ അറിയിക്കണം. അത് കഴിഞ്ഞ് വലിയ സ്വത്ത് എന്തെങ്കിലും കിട്ടിയാൽ അപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. പക്ഷെ സുപ്രീം കോടതി അത് പുറത്ത് ആർക്കും കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ്. അതാണ് 1997 സുപ്രീം കോടതിയുടെ തീരുമാനം അങ്ങനെയാണ്. ഇത് സംബന്ധിച്ച് ധാരാളം കേസുകൾ, ചർച്ചകൾ ഒക്കെ വന്നിട്ടുണ്ട്. ഒരു മാറ്റവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റോർ റൂമിൽ ഇത്രയും നോട്ട് കെട്ടുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് എന്തായാലും യശ്വന്ത് വർമ്മ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുമായിരുന്നോ? ഇല്ലല്ലോ. കൂടുതൽ സ്വത്ത് ഉണ്ടാവുമ്പോൾ അറിയിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയ പൊതു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജഡ്ജിയുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്താൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഇനി യശ്വന്ത് വർമ്മയുടെ സ്വത്ത് വിവരം സുപ്രീം കോടതിക്ക് വെളിപ്പെടുത്താവുന്നതാണ് അല്ലേ? അപ്പോൾ 2019 സുപ്രീം കോടതിയുടെ ഏറ്റവും അവസാനത്തെ തീരുമാനവും ജഡ്ജിയുടെ സ്വത്ത് RTI ആക്ട് അനുസരിച്ച് പുറത്തു കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ RTI ആക്ട് പ്രകാരം ഇത് ചോദ്യം ചെയ്യപ്പെട്ടു. പക്ഷേ സുപ്രീം കോടതി വഴങ്ങിയില്ല. പിന്നെ വ്യക്തിപരമായ വിവരങ്ങളിൽ ഇളവ് അനുവദിക്കേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. 2023 ഒരു പാർലമെൻ്ററി സമിതി, നമ്മുടെ പാർലമെൻറ്റിൻ്റെ സമിതി ഈ ജഡ്ജിമാരുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്തൽ മാൻഡേറ്ററി ആക്കാൻ നിർദ്ദേശിച്ചിരുന്നു. നിർബന്ധമായിട്ടും വെളിപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. കാരണം MP-മാരും MLA-മാരും ഒക്കെ വെളിപ്പെടുത്തുന്നതാണല്ലോ, ജഡ്ജിമാരും വെളിപ്പെടുത്തട്ടെ. പക്ഷെ ആ നിർദ്ദേശം കൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല. സുപ്രീം കോടതി അതിന് വഴങ്ങിയിട്ടില്ല. 2024 നവംബറിൽ സർക്കാർ രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്വത്ത് വിവരം നിർബന്ധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ സർക്കാർ നിലപാടും അങ്ങനെയാണ്. 1991 സുപ്രീം കോടതി ജഡ്ജിമാർ പൊതുജന സേവകരാണെന്ന് അംഗീകരിച്ചു ഒരു വിധി. പൊതുജന സേവകരാണെങ്കിൽ പിന്നെ വെളിപ്പെടുത്തണ്ടേ? വേണമല്ലോ. പൊതുജന സേവകരാണ് MP-യും MLA-യും അവർ വെളിപ്പെടുത്തുന്നു. അവർ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ തന്നെ വെളിപ്പെടുത്തുന്നു. അവരുടെ ആശ്രിതരായ കുട്ടികളുടേത് വരെ അല്ലേ വെളിപ്പെടുത്തണം, ഭാര്യയുടേത് വെളിപ്പെടുത്തണം. അങ്ങനെയാണ്. അപ്പോൾ
പൊതുജന സേവകരാണ് എന്ന് സുപ്രീം കോടതി സമ്മതിച്ചു. ജഡ്ജിമാർ 1991 സമ്മതിച്ചു. 2008 KG ബാലകൃഷ്ണൻ മലയാളി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോഴും, അത് കഴിഞ്ഞ് 2025 ജനുവരി 3 ലോക്പാലിൻ്റെ, ഈ കഴിഞ്ഞ ജനുവരി 3 ലോക്പാലിൻ്റെ റൂളിങ്ങും മറിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോക്പാൽ വിധിയിൽ പറഞ്ഞത് MP, MLA എന്നിവരൊക്കെ സ്വത്ത് വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്, അതില്ലാതെ അവർക്കും മത്സരിക്കാൻ പറ്റില്ല. പക്ഷേ മാത്രമല്ല, ഈ MP-യും MLA-യും സ്വത്ത് വെളിപ്പെടുത്തിയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ വരെ നിയമമുണ്ടല്ലേ. അതെ, കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ലോക്പാലും ജഡ്ജിമാർ വെളിപ്പെടുത്തണം എന്ന് ഏറ്റവും അവസാനത്തെ ഉത്തരവിലും പറയുന്നില്ല. പൊതുജന സേവകരായിട്ട് ലോക്പാൽ കരുതുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. 1997 മെയ് 7 ഈ ഭാര്യ ആയാലും കൊള്ളാം, ഭർത്താവായാലും കൊള്ളാം, ഈ സ്വത്ത് വെളിപ്പെടുത്തണം, മറ്റേ ആശ്രിത അംഗങ്ങളും വെളിപ്പെടുത്തണം. അതായത് ഒരു ജഡ്ജിയുടെ, ജഡ്ജി സ്ത്രീയോ പുരുഷനോ ആവാമല്ലോ, അപ്പോൾ ആ ജഡ്ജിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരും സ്വത്ത് വെളിപ്പെടുത്തിയിരിക്കണം എന്ന് 1997 മെയ് 7 തീരുമാനമുണ്ട്. എന്ന് പറഞ്ഞാൽ കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് മാത്രം വെളിപ്പെടുത്തിയിരിക്കണം. ജഡ്ജി ആവുമ്പോഴും വലിയ സ്വത്ത് ഉണ്ടാവുമ്പോഴും എന്നാണ്. 1997 2009 വിധി ചീഫ് ജസ്റ്റിസിന് ആഭ്യന്തര കാര്യങ്ങൾക്കായിട്ട് ഇത് വെളിപ്പെടുത്താം എന്ന് മാത്രമാണ്. അതായത് അത് ആ ജഡ്ജിയുടെ ഇൻറ്റഗ്രിറ്റി, സ്വഭാവദാർഢ്യം, അക്കൗണ്ടബിലിറ്റി, ഇതിന് വേണ്ടിയിട്ടാണ് ചീഫ് ജസ്റ്റിസിന് ഇതാണ് എൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് ആഭ്യന്തര സുതാര്യതയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട്. ജനം അറിയാൻ വേണ്ടിയല്ല, ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. 1997 ജൂലൈ 26 ഡൽഹി ഹൈക്കോടതി ഇതേ തീരുമാനം എടുത്തിരുന്നു, വെളിപ്പെടുത്തേണ്ടതില്ല. 2009 ജൂലൈ 8 ഇതേ തീരുമാനം ആവർത്തിക്കുകയും ചെയ്തു. RT ആക്ട് 2005 വന്നപ്പോൾ ഇത് സംബന്ധിച്ചൊരു ചർച്ച വന്നു. ജഡ്ജിമാരുടേത് സ്വത്ത് RT ആക്ട് അനുസരിച്ച് പുറത്തു കൊടുക്കാമോ എന്നുള്ളത്. അപ്പോൾ വ്യക്തിഗത വിവരങ്ങൾക്ക് ഇളവ് കൊടുക്കാമോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ സെക്ഷൻ, RT ആക്ടിൻ്റെ സെക്ഷൻ 1J, സെക്ഷൻ 1J, വലിയ പൊതു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ വെളിപ്പെടുത്തേണ്ടതുള്ളൂ എന്ന് അതിലുണ്ട്. അപ്പോൾ RT ആക്ടിലെ ഈ ഭാഗം, ഈ വ്യവസ്ഥ വെച്ചിട്ടാണ് സുപ്രീം കോടതി വലിയ പൊതു താല്പര്യം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടതില്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുന്നത്. 2009 സുഭാഷ് ചന്ദ്ര അഗർവാൾ എന്ന് പറഞ്ഞ RT ആക്ടിവിസ്റ്റ് ഇത് സംബന്ധിച്ച് എല്ലാ കോടതിയിലും പോയ ആളാണ്. ഈ സുഭാഷ് ചന്ദ്ര അഗർവാൾ 1997 സുപ്രീം കോടതി തീരുമാനപ്രകാരം സ്വത്ത് വെളിപ്പെടുത്തേണ്ടതില്ല, പക്ഷേ RT ആക്ട് പ്രകാരം ഇത് വെളിപ്പെടുത്തേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി. ഗുണമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സുപ്രീം കോടതിയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർക്ക് കൊടുത്തു. അപ്പോഴും നിരസിച്ചു സുപ്രീം കോടതി. അപ്പോൾ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ പോയി ഈ അഗർവാൾ, അവിടെ നിന്നും സമീപിച്ചു. അപ്പോൾ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഈ ജഡ്ജിമാരുടെ വിവരമൊക്കെ RT ആക്ട് അനുസരിച്ച് പുറത്ത് കൊടുക്ക് എന്ന് നിർദ്ദേശിച്ചു. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. അപ്പോഴും സുപ്രീം കോടതി വഴങ്ങിയില്ല. അപ്പോൾ അഗർവാൾ സുപ്രീം കോടതിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. സുപ്രീം കോടതി വിവരം തരുന്നില്ല, സെൻട്രൽ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിക്കെതിരെ ഒരു ഹർജി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തു. 2009 സെപ്റ്റംബർ 2 അതിൻ്റെ വിധി വന്നു. സ്വത്ത് വെളിപ്പെടുത്തിയോ എന്ന് പറയാം, ഉള്ളടക്കം വേണ്ട. അത് മനസ്സിലായോ? ചീഫ് ജസ്റ്റിസിന് ഈ ജഡ്ജി
ഏതെങ്കിലും ഒരു ജഡ്ജി അല്ലെങ്കിൽ ജഡ്ജിമാര് 2007 നിയമപ്രകാരം ഏതെങ്കിലും ഒരു ജഡ്ജി സ്വത്ത് വെളിപ്പെടുത്തിയോ എന്നുള്ള കാര്യം പറയാം. അദ്ദേഹം വെളിപ്പെടുത്തി എന്ന് മാത്രം കൊടുത്താൽ മതി. എത്രയാണ്, എങ്ങനെയാണ്, എവിടെയൊക്കെ, ഏതൊക്കെ സ്ഥലം, അതിൻ്റെ ഉള്ളടക്കം ഉണ്ടല്ലോ, അത് വെളിപ്പെടുത്തേണ്ട എന്നായിരുന്നു വിധി. വളരെ നിർണായകമായ വിധിയായിരുന്നല്ലോ. അതെ, രാമൻകുട്ടി എന്ന് പറഞ്ഞ ജഡ്ജി അദ്ദേഹത്തിന്റെ സ്വത്ത് എന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്, സുപ്രീം കോടതിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രം പറയാം. എന്താണ് വെളിപ്പെടുത്തിയതെന്ന് പറയണ്ട എന്നുള്ളതായിരുന്നു വിധി. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും സുപ്രീം കോടതിയിൽ ഈ വിധിക്കെതിരെ അദ്ദേഹം അപ്പീൽ കൊടുത്തു. അല്ല, അതിൻ്റെ ഉള്ളടക്കവും കൂടി കിട്ടേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഹൈക്കോടതി വിധി സാധുവാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഏത് കിട്ടിയിട്ടുണ്ട്, ഉള്ളടക്കം വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിക്കാം. 2019 നവംബർ 13 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ, രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ 2019 നവംബർ 13 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ പ്രശ്നം പരിശോധിച്ചു. ആ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വേണ്ടി ആരാന്നറിയോ വിധി എഴുതിയ? ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അന്ന് വിധി എഴുതി. ആ വിധിയിലും പറഞ്ഞത് ഉള്ളടക്കം പുറത്തു കൊടുക്കേണ്ടതില്ല എന്നാണ്. അപ്പൊ എല്ലാ വിധിയിലും കണ്ടന്റ് ഇത് തന്നെയാണ് അല്ലേ, എത്രയാണ് എന്നുള്ളത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഒരു നിലപാടെടുത്ത് കഴിഞ്ഞാണ്. അദ്ദേഹം തന്നെയാണ് അന്ന് ഗൊഗോയുടെ നേതൃത്വത്തിലായിരുന്നു ബെഞ്ചെങ്കിലും 5-അംഗ ബെഞ്ചിന് വേണ്ടി വിധി എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹം എടുത്ത നിലപാടും പുറത്തു പറയേണ്ടതല്ല. അദ്ദേഹത്തിനോട് ജഡ്ജിമാർ പറഞ്ഞാൽ മതി, അതിൻ്റെ ഉള്ളടക്കം പുറത്തു പറയില്ല എന്നുള്ളതാണ്. ഇത് ശരിയോ എന്നുള്ള ചർച്ച വീണ്ടും ഉയർത്തിവിട്ടിരിക്കുകയാണ് ഈ യശ്വന്ത് വർമ്മയുടെ വീട്ടിലെ സ്റ്റോർ റൂമിൽ നിന്ന് നോട്ട് കെട്ടുകൾ കത്തിയത് പിടിച്ച സംഭവം. ഇത് നാട്ടുകാരുടെ മുമ്പിലിരിക്കുകയാണ്. പൊതുജന സേവകരാണ് ജഡ്ജിമാർ, ശരിയോ ആണല്ലോ. പിന്നെ ഈ നെടും തൂണുകളിൽപ്പെട്ടതല്ലേ 4 തൂണ്, മാധ്യമപ്രവർത്തകരും അതെ. അപ്പോൾ മറ്റേ ആ തൂണുകളിൽ എല്ലാം കൃത്യമായിരിക്കണ്ടേ, ആകാവുന്നതാണ്. ഞാൻ പറയുന്നു പത്രപ്രവർത്തകർക്കും വെളിപ്പെടുത്താവുന്നതാണ്. എന്താ കുഴപ്പം? അഴിമതി നടത്തുന്ന പത്രപ്രവർത്തകരും കാണുമല്ലോ, എല്ലാവരും വെളിപ്പെടുത്തട്ടെ. പക്ഷെ മറ്റേത് ശരിക്കും ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അതുപോലെ അല്ല പത്രപ്രവർത്തകര് ഇല്ലേ. 4ാമത്തെ തൂണായിട്ട് വെറുതെ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. പ്രിവിലേജ് ഒന്നും ഇല്ലല്ലോ, അതിൻ്റെ ഒന്നും ഭാഗമല്ല. അവിടെ നിന്നൊന്നും ശമ്പളവും കിട്ടുന്നില്ല, പെൻഷൻ പോലും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായി കൃത്യമായ 3 തൂണുകളിൽ പെട്ടതായതുകൊണ്ട് ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ഒക്കെ വെളിപ്പെടുത്താമെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യറിക്ക് പാടില്ല? അതുകൊണ്ട് സുപ്രീം കോടതി ഈ സഞ്ജീവ് ഖന്നയുടെ കാലത്ത് തന്നെ വേറൊരു നിലപാടെടുത്താൽ കൊള്ളാം. സഞ്ജീവ് ഖന്ന തന്നെ മറിച്ചൊരു തീരുമാനം എടുക്കട്ടെ. ജഡ്ജിമാരുടെ സ്വത്ത് എല്ലാവരും അറിയട്ടെ, ഈ നാട്ടിൽ നീതി നടപ്പാക്കട്ടെ. ജഡ്ജിമാർ നീതിന്യായം ശരിക്കും ന്യായമായിട്ട് തന്നെയാണ്, അന്യായമായിട്ടല്ല വിധിക്കുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.